ഹലോ, ലോകത്തിലുള്ള ഏറ്റവും വലിയ പുണ്യവതി ഇന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് ഞാൻ മറുപടി തരാം. എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ രാത്രിയേ വരുള്ളൂ. ഞാൻ രാത്രി വന്നിട്ട് ഞാൻ അതിനുള്ള മറുപടി തരാം. അതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ പറയാം. നിന്റെ കട്ടിലിൻ്റെ അടിയിൽ വന്ന് കിടന്നപ്പോഴല്ല ഷിയാസ് നിനക്ക് പൈസ തന്നത്. നീ നിൻ്റെ മക്കളുടെ ദാരിദ്ര്യം പറഞ്ഞ് അയാളെ കയ്യിൽ നിന്ന് പറ്റിച്ച് വാങ്ങിച്ചെടുത്ത പൈസയാണ് അത്. ആ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞും കൊണ്ട് അയാളെ തള്ളയെ ചേർത്ത്, അയാളുടെ ഉമ്മാനെ ചേർത്ത് തെറി വിളിച്ചവളാണ് നീ. ഇത് മാത്രം അയാൾ പോലും അറിഞ്ഞില്ല നീ ആ വാങ്ങിച്ച പൈസ നിൻ്റെ കാമുകന് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന്. അയാൾ നീയത്ത് ചെയ്തത് അത് മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നീ അത് ചെയ്തത് നിൻ്റെ കാമുകന് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അയാളുടെ വിയർപ്പിൻ്റെ പൈസയാണത്. ഇനി അത് മാത്രമല്ല, അയാളുടെ ജോലിയെ വരെ ആക്ഷേപിച്ച പരമചെറ്റയെ നിൻ്റെ കൂടെ നിൽക്കണ മലവാണമുണ്ടല്ലോ, നിൻ്റെ കൂടെ നിൽക്കണ ആ പരമചെറ്റ, അവൻ കള്ളു കുടിച്ച് തീർത്ത് എന്നറിഞ്ഞപ്പോഴാണ് അയാളും അയാളുടെ ഭാര്യ, അയാൾ ഇതുവരെ ചോദിച്ചിട്ടില്ല, അയാളുടെ ഭാര്യയാണ് രംഗത്ത് വന്ന് ഇത് ചോദിച്ചിരിക്കുന്നത്. നിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ വന്നല്ല അയാൾ പൈസ തന്നത്, അയാൾ ഗൂഗിൾ പേ വഴിയാണ് ചെയ്തത്. നീ നിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണത് അയാളുടെ കാമുകിമാരുടെ അക്കൗണ്ടിലല്ല, അയാളുടെ സ്വന്തം ഭാര്യയുടെ അക്കൗണ്ടിലാണ്. പിന്നെ നിൻ്റെ അടുത്ത് നീ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇല്ല പൈസ തന്നില്ല എന്ന് പറയാൻ നിൻ്റെ തന്ത അല്ലടി അയാളെ തന്ത പരമച്ചെറ്റ്. പിന്നെ അയാളുടെ കമ്പനിയിലോ അയാളുടെ വീട്ടിലോ നീ കയറിയെന്ന് ഞാൻ അറിഞ്ഞ. പിന്നെ അതുപോലെ തന്നെ സ്നേഹതീരത്തിൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഇതെൻ്റെ വാർണിംഗ് ആണ്. സ്നേഹതീരത്തിൻ്റെ ഫോട്ടോ ഇവൾ പബ്ലിഷ് ചെയ്തത് ബീനിൻ്റെ കാമുകൻ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് മാത്രമല്ല, അയാളുടെ പൈസയും വാങ്ങിച്ച് കീശയിലിട്ടിട്ട് അയാളെ ബസ്സിടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞ തെണ്ടിയായിട്ടുള്ള ഈ പരമച്ചെറ്റകൾ കള്ളും കുടിച്ച് ബോധമില്ലാതെ എന്തെല്ലാണ് ഷിയാസിനെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്. ഇനി വയറും തീർപ്പിച്ച് വെച്ച് അയ്യോ ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെയൊക്കെ വീട്ടിൻ്റെ അകത്തും നിൻ്റെ കമ്പനിക്കകത്തും കയറി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരിഗണന പോലും നിങ്ങൾ കൊടുക്കരുത്. കാരണം ഇത് എൻ്റെ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നവും കൂടിയാണ്. ഇത് എൻ്റെ മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ഷിയാസിൻ്റെയും അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ഇവറ്റകൾ നിങ്ങളുടെ കമ്പനിയിലോ വീട്ടിലോ വന്നാൽ ഉറപ്പായും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും വേണം. ഇവരുടെ പേരിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുകയും വേണം. ഇത് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബങ്ങളെ തമ്മിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ്. അതുകൊണ്ട് ഇതെൻ്റെ വാർണിംഗ് ആണ്. സ്നേഹതീരത്തിൻ്റെ വൈഫിനും ഞാനിത് തരുന്ന വാർണിംഗ് ആണ്. ഇവറ്റകളെ വെറുതെ വിടരുത്. ഇനി ബാക്കി നീ പറഞ്ഞ കുറേ അധികം കാര്യങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടിയായിട്ട് ഞാൻ വരുന്നുണ്ട്.